കുട്ടിക്കാനം പുല്ലുപാറ ബസ് അപകടത്തിൽ കെഎസ്ആർടിസി ബസ്സിന് ബ്രേക്ക് തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിൽ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു. വണ്ടിയുടെ വീലഴിച്ചു പരിശോധന നടത്തും. ചെറിയ ഗിയറിൽ ഇറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായും എൻഫോഴ്സ്മെന്റ് ആർടിഒ കെ രാജീവ് പറഞ്ഞു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് നേരത്തെ ഡ്രൈവർ വ്യക്തമാക്കിയിരുന്നു. ബസ് അപകടത്തിൽ 4 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്. തഞ്ചാവൂരിലേക്ക് തീർത്ഥാടന യാത്ര പോയ മാവേലിക്കര സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, സംഗീത എന്നിവർ മുണ്ടക്കയത്തെ ആശുപത്രിയിലെത്തുമ്പോൾ മരിച്ചിരുന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിന്ദു നാരായണൻ മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 33 പേർക്ക് പരിക്കേറ്റു. കുട്ടിക്കാനത്തെ വളവിറങ്ങിയപ്പോൾ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഡ്രൈവർ രാജീവ് കുമാർ പറഞ്ഞിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് കെഎസ്ആർടിസി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും കെഎസ്ആർടിസി വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സംബന്ധിച്ചിടത്തോളം വാഹനത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ നിലവിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അന്തിമമായ തീരുമാനത്തിനാണ് ഈ വണ്ടിയുടെ ഘടകഭാഗം, അതായത് ഹബ്ബ് അഴിച്ചിട്ട് ബ്രേക്ക് ഷൂവിൻ്റെ നിലവിലുള്ള സ്ഥിതി കൂടി പരിശോധിച്ച ശേഷം അന്തിമമായ തീരുമാനത്തിലെത്തും. പിന്നെ മറ്റുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ള നിലയിൽ അഭിപ്രായം പറയുന്നില്ല. അപകടം നടന്നപ്പോൾ തന്നെ നാട്ടുകാരും ശബരിമല തീർത്ഥാടകരും വിനോദസഞ്ചാരികളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനത്തിലുണ്ടായിരുന്ന പലരും താഴ്ചയിൽ നിന്ന് സാവധാനം പിടിച്ച് റോഡിലെത്തുകയായിരുന്നു. 3 പേർ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊട്ടാരക്കര ഡിപ്പോയിൽ ഇന്റർസ്റ്റേറ്റ് സർവീസ് നടത്തുന്ന ബസ് മാവേലിക്കര ഡിപ്പോയിൽ വാടകയ്ക്കെടുത്താണ് തീർത്ഥാടന യാത്രയ്ക്ക് പോയത്. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ രാജീവ് കുമാറിന് കാലിന് പരിക്കേറ്റിരുന്നു. ബ്രേക്ക് നഷ്ടമായപ്പോൾ വളവിനോട് ചേർന്ന ഇടതുവശത്തുള്ള തിട്ടയിൽ ഇടിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചതായും വാഹനം റോഡിന് കുറുകെ തിരിഞ്ഞ് പിൻഭാഗമാണ് താഴേക്ക് പതിച്ചതെന്നും ഡ്രൈവർ പറഞ്ഞു. താഴ്ചയിൽ നിന്നും വൈകുന്നേരത്തോടെ ബസ് ഉയർത്തിയെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.